INL നേതാവ് NK അബ്ദുൾ അസീസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അബ്ദുൾ അസീസ്, സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാപ്പ് പറയണം എന്നാണ് INL ആവശ്യപ്പെടുന്നത്. അത് എന്തിന്റെ പശ്ചാത്തലത്തിലാണ്? തീർച്ചയായിട്ടും സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാപ്പ് പറയേണ്ടത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തേണ്ട പ്രസ്താവനയല്ല അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് രാമക്ഷേത്രം ബാബരി മസ്ജിദ് തകർത്തിടത്ത് നിർമ്മിച്ചിട്ടുള്ള രാമക്ഷേത്രം ഇന്ത്യയിലെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുമെന്നാണ്. ഈ ഇന്ത്യയിലെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കും രാമക്ഷേത്രം എന്ന് മുമ്പ് പറഞ്ഞത് RSSന്റെ സർസംഘചാലകാണ്. RSSന്റെ സർസംഘചാലകും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും ഒരേ വാചകം മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രസ്താവന ഇറക്കുക, അത് RSSന് അനുകൂലമാവുക എന്ന് പറഞ്ഞാൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് രാമക്ഷേത്രത്തെ കുറിച്ചാണ് എങ്കിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് രാമക്ഷേത്രത്തെ കുറിച്ച് മാത്രമല്ലല്ലോ. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് രാമക്ഷേത്രം നിർമ്മിക്കുന്നു. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് അവിടെ മസ്ജിദ് പണിയാൻ തയ്യാറെടുക്കുന്നു. ഈ രാമക്ഷേത്രവും പണിയാനിരിക്കുന്ന മസ്ജിദും നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണ് എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ രാമക്ഷേത്രം മാത്രം നമ്മുടെ രാജ്യത്തിന്റെ അങ്ങനെ അദ്ദേഹത്തിന്റെ വാചകം അങ്ങനെയാണ്. പക്ഷേ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി ഇക്കാര്യം മാത്രമല്ല പറഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞത് സുന്നി വഖഫ് ബോർഡിന് അവകാശപ്പെട്ടതാണ് 2.77 ഏക്കർ ഭൂമി എന്നാണ്. ആ 2.77 ഏക്കർ ഭൂമി വഖഫാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കപ്പെട്ട ഭൂമിയാണ് എന്നാണ്. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കപ്പെട്ട ഭൂമിയിൽ ഒരു ക്ഷേത്രം, അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് ആരാധന നടത്തുന്ന ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്നത് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതു കോടതിയുടെ ഉത്തരവുണ്ടെങ്കിലും അംഗീകരിക്കാവതല്ല. ഈ രാജ്യത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിലപാട് അതായതുകൊണ്ട് നിശബ്ദമായി വളരെ വേദനയോടുകൂടി നിശബ്ദത പാലിക്കുക മാത്രമാണ് രാജ്യത്തെ മുസ്ലിമീങ്ങൾ ചെയ്തിട്ടുള്ളത്. രാജ്യത്തെ മതേതര വിശ്വാസികളും അതാണ് ചെയ്തിട്ടുള്ളത്. രാജ്യത്തെ മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുമെന്ന് മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ഒരാളും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് നമുക്കറിയാം, മണിശങ്കർ അയ്യർ അദ്ദേഹം താമസിക്കുന്ന വീട് നിൽക്കുന്ന കോളനിയിൽ നിന്നും അദ്ദേഹത്തോട് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് ബാബരി മസ്ജിദ് തകർത്ത സ്ഥാനത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അതിനെതിരായി ഒരു നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. മണിശങ്കർ അയ്യർക്ക് പോലും ഇല്ലാത്ത ഈ തരത്തിൽ RSS വിധേയത്വം പ്രകടിപ്പിച്ചു എന്നതാണ് സാദിഖ് അലി ശിഹാബ്. ശ്രീ അബ്ദുൾ അസീസ്, RSS വിധേയത്വം താങ്കൾക്കറിയാമല്ലോ ഈ വിഷയത്തെ ഏത് തരത്തിലാണ് BJP രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്നുള്ളത്. അത് പ്രതിപക്ഷമടക്കം കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ വളരെ കൃത്യമായി ഉയർത്തി കാണിക്കുന്നുണ്ട്. ഈ ശ്രീരാമസ്വാമി ക്ഷേത്രം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആ വിഷയത്തെ BJPയും RSSും ഒക്കെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത് എന്നുള്ളത് പ്രതിപക്ഷം കോൺഗ്രസും ലീഗും ഉയർത്തി കാണിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിൽ ഉറച്ചു നിൽക്കുന്നുമുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അതിന് ഇട നൽകരുത്, ആ വലയിൽ വീണു പോകരുത് എന്ന സന്ദേശമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നൽകിയത് എന്ന് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുക? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന വാദമല്ല കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും ഉയർത്തിയത്. ഇന്ത്യയിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ളവർ അവിടെ നിർമ്മിച്ച ക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് എതിരാണ് എന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അവിടെ നിലവിൽ വന്ന ബാബരി മസ്ജിദ് തകർത്തെടുത്ത് നിലവിൽ വന്ന രാമക്ഷേത്രം ഇന്ത്യയിലെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കും എന്ന വാദം ഇന്നുവരെ ആരും ഉന്നയിച്ചിട്ടില്ലാത്തതാണ്. ആകെ ഉന്നയിച്ചത് RSS മാത്രമാണ്. അവിടെയാണ് പ്രശ്നം. RSSനോട് വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രമേ മുസ്ലിം ലീഗിനും ലീഗ് നേതാക്കൾക്കും നിലനിൽക്കാൻ കഴിയൂ. അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലും മറ്റു രാഷ്ട്രീയ നേതൃത്വത്തിനും സംഭവിച്ചതുപോലെ അവർക്കും സംഭവിക്കും എന്നവർ ഭയപ്പെടുകയാണ്. നമുക്കറിയാം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ
പലതരം സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ വേട്ടയാടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അവരുടെ താല്പര്യത്തിനനുസൃതമായി നിലപാടെടുക്കാതെ വരുമ്പോ അവർ ആ തരത്തിലുള്ള അന്വേഷണവുമായി രംഗത്ത് വരുന്നുണ്ട്. ഇതാണ് മുസ്ലിം ലീഗ് ഭയപ്പെടുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മൂത്ത സഹോദരൻ ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കെതിരായി ED അന്വേഷണം ഉണ്ടായിരുന്നു. ആ അന്വേഷണം ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ റെയ്ഡ് നടത്തി അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ മരിച്ചുപോയിട്ടുള്ളത്. ആ ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കെതിരായി വന്ന ED അന്വേഷണം പോലെ സമാനമായ അന്വേഷണം ലീഗ് നേതൃത്വത്തിനെതിരായും വരാനിടയുണ്ട് എന്ന ബോധ്യമാണ്, എന്ന വിശ്വാസമാണ്. അതായത് താങ്കൾ എന്താണ് പറയുന്നത്? അങ്ങനെയെങ്കിൽ ഇത് തങ്ങളെ പ്രേരിപ്പിച്ചത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ RSSും BJPയുമായി ബന്ധപ്പെട്ടൊരു ധാരണപ്പുറത്ത് പറയുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നാണോ എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ലാതെ മറ്റെന്ത് താല്പര്യമാണ് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചിട്ടുള്ളത്? അതായത് EDയെ പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയൊക്കെ കുടുംബത്തിലേക്ക് എത്താൻ സാധ്യത കാണുന്നുണ്ട്, അതിനെ ഭയക്കുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെ പരാമർശിച്ച് അതിനെ ചെറുതാക്കണ്ട. സാധ്യത കാണുകയല്ല. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മൂത്ത സഹോദരനായ ഹൈദർ അലി ശിഹാബ് തങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ അന്വേഷണത്തിനിടയിലാണ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ മരിച്ചത്. ചന്ദ്രിക പത്രവുമായി ബന്ധപ്പെട്ട 10 കോടി ഉറുപ്പിക കള്ളപ്പണം വെളുപ്പിച്ച കേസാണ് ED അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. അത് യഥാർത്ഥത്തിൽ ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രതിയായിരുന്നില്ല. എന്നിട്ടും തങ്ങൾക്കെതിരെ ആ കേസ് വന്നു, അന്വേഷണം വന്നു, ED റെയ്ഡ് നടത്തി. സമാനമായ സാഹചര്യം വീണ്ടും വരാൻ പോകുന്നു എന്നിപ്പോ നിലനിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രസ്താവന, മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രസ്താവന സാദിഖ് അലി തങ്ങളും തങ്ങളുടെ പ്രസ്താവനയ്ക്ക് പിന്തുണയുമായി കുഞ്ഞാലിക്കുട്ടിയും രംഗത്ത് വന്നത് ഇക്കാരണം കൊണ്ട് തന്നെ ഒരു സംശയവും അക്കാര്യത്തിലൊന്നുമില്ല. അതോടൊപ്പം അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് പൂർണ്ണമായും നമ്മൾ എടുക്കേണ്ടതുണ്ടല്ലോ. അദ്ദേഹം പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ക്ഷേത്രവും ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായത് ഉത്തർപ്രദേശിലാണ്. അവിടെയാണ് ഈ കോടതി വിധി അനുസരിച്ച് ഇപ്പോൾ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. അവിടെയാണ് മസ്ജിദ് നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. അപ്പോഴും രാജ്യത്തിന്റെ തെക്കേ അറ്റത്തുള്ള കേരളത്തിലേക്കായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. ഇവിടെ ഈ സമാധാനത്തിന്റെ പൂത്തിരി ഇപ്പോഴും കത്തുന്നുണ്ടോ എന്നാണ് ആളുകൾ സംശയത്തോടെ നോക്കിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും വൈകാരികമായ ഒരു അവസ്ഥയും കേരളത്തിൽ ഉണ്ടാക്കരുത്. അത് നമ്മുടെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന തരത്തിലേക്ക് പോകരുത്. അങ്ങനെ മുസ്ലിം സഹോദരങ്ങൾ ഇടപെടരുത് എന്നല്ലേ അദ്ദേഹം പറയുന്നത്? അതിനെ ഒരു കീഴ്പ്പെട്ട് നിൽക്കൽ എന്നൊക്കെ അങ്ങനെ മുസ്ലിം സഹോദരങ്ങൾ ശക്തമായ ഒരു വർഗീയ പ്രചാരണത്തിനോ വർഗീയ നിലപാടുകൾക്കോ മുൻകൈയെടുക്കുമായിരുന്നുവെങ്കിൽ തങ്ങൾ പ്രസംഗിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണമായിരുന്നു. പ്രാണപ്രതിഷ്ഠ മാത്രമല്ല നടന്നത്, ക്ഷേത്രം നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കേരളത്തിൽ ഇന്നുവരെ അത് സംബന്ധമായി ഒരു സംഘർഷമില്ല. അവർ വേദനയോടുകൂടി വേദന കടിച്ചിറക്കിക്കൊണ്ട് അത് സഹിച്ചു മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിമീങ്ങൾ. ഇനി മറ്റൊരു കാര്യം, 92 ബാബരി മസ്ജിദ് തകർന്നപ്പോ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആഹ്വാനമാണ് കേരളം കത്താതെ കാത്തത് എന്ന ഒരു വാദം കൂടി ലീഗിനുണ്ട്. പച്ച കള്ളമാണത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എന്തെന്നാൽ ബാബരിയുടെ തകർച്ചയ്ക്ക് ശേഷം കേരളത്തിൽ നടന്ന കലാപത്തിൽ, കാസർകോട്ടും മലപ്പുറത്തും നടന്ന കലാപത്തിൽ 6 ജീവനുകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കത്താതെ കാത്തു എന്ന് പറയുന്നത് ഈ 6 ജീവനുകൾ പൊലിഞ്ഞ കലാപങ്ങൾ നടന്നതിന് ശേഷമാണോ? നമുക്കറിയാൻ താല്പര്യമുണ്ട്. അങ്ങനെയൊന്നുമല്ല. കേരളത്തിൽ ആവശ്യാനുസരണം പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാവാറുണ്ട്. അത് തടയാൻ അതാത് പ്രാദേശിക സാമുദായിക നേതൃത്വവും മുൻകൈയെടുക്കാറുണ്ട്. പൊതുവെ കേരളത്തിലെ മനസ്സ് മതനിരപേക്ഷ മനസ്സാ. ആ മതനിരപേക്ഷ മനസ്സുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ പാണക്കാട് തങ്ങന്മാർ തടഞ്ഞതുകൊണ്ടല്ല. പാണക്കാട് തങ്ങന്മാർ BJPക്ക് അനുകൂലമായി, സംഘപരിവാറിന് അനുകൂലമായി, അതുപോലെ കോൺഗ്രസിന്റെ മൃദുഹിന്ദുത്വത്തിന് അനുകൂലമായി ഇത്തരം നിലപാടെടുക്കുമ്പോ കേരളത്തിലെ ജനത അവർക്ക് എതിരായ ഒരു സ്റ്റാൻഡാണ് ഇത്രയും കാലം എടുത്തിട്ടുള്ളത്. ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ ശ്രീ TG